നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ വീണ്ടും ഒരു പട്ടാള അട്ടിമറിക്കുള്ള സാധ്യത ശക്തമാകുന്നതായി റിപ്പോർട്ട്. സാമ്പത്തിക തകർച്ച ബലൂചിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഖൈബർ പഖ്തൂൺഖ്വയിലെയും വിമത നീക്കങ്ങൾ, ഭരണവിരുദ്ധ വികാരം, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം തുടങ്ങി കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ പാകിസ്ഥാൻ കടന്നുപോകുന്നതിനിടെയാണ് സൈനിക അട്ടിമറി റിപ്പോർട്ട് പുറത്തുവരുന്നത്. പാകിസ്ഥാനിലെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്നുവെന്നും പഴയ പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയുടെ പ്രസ്താവന അട്ടിമറിക്ക് കളമൊരുങ്ങുന്നതിന്റെ സൂചനയായി നിരീക്ഷകർ കാണുന്നു. പാക് ഭരണത്തിലാകെ പിടിമുറുക്കിയ സർവാധികാരി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ ഏറ്റവും വിശ്വസ്തനും വക്താവുമായാണ് മൊഹസിൻ നഖ്വി അറിയപ്പെടുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ ശക്തമാകവേ ഭക്ഷണവും വൈദ്യുതിയും ആവശ്യപ്പെട്ട് പാക് അധീന കശ്മീരിൽ ജനകീയ പ്രക്ഷോഭം ശക്തമാണ്. സൈന്യത്തിന്റെ വെടിവയ്പിലും മറ്റുമായി 80-ലേറെ പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിൽ അഞ്ചാമതൊരു സൈനിക അട്ടിമറി നടക്കുമോ എന്ന് ഉറ്റുനോക്കി ലോകവും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഭക്ഷണവും വൈദ്യുതിയുമാണ്. എന്നാൽ പാക് സർക്കാർ ഞങ്ങൾക്ക് പകരം തരുന്നത് വെടിയുണ്ടകളും. പാക് അധിനിവേശ കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിൽ പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു യുവാവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിത ജീവിതം വരച്ചുകാട്ടുന്നു. പാക് അധിനിവേശ കശ്മീരിൽ വിലക്കയറ്റത്തിനും അമിതമായ വൈദ്യുതി നിരക്കിനുമെതിരെ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. വിവിധ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 മാസമായി ഈ പ്രതിഷേധം തുടരുകയാണ്. ഭരണകൂടം പ്രചരിപ്പിക്കുന്നതുപോലെ തങ്ങൾ ഭീകരവാദികളല്ലെന്നാണ് പ്രതിഷേധക്കാർ വിളിച്ചു പറയുന്നത്. പട്ടിണി മാറ്റാൻ ആവശ്യമായ കുറഞ്ഞ നിരക്കിലുള്ള ഗോതമ്പ് പൊടിക്കും വൈദ്യുതിക്കും അടിസ്ഥാന അവകാശങ്ങൾക്കും വേണ്ടിയാണ് പോരാടുന്നതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ജനങ്ങളോട് കൂട്ടമായി ഒത്തുചേരാൻ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തതിന് പിന്നാലെ റാവൽകോട്ടിൽ സാഹചര്യം ഗുരുതരമാണ്. മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഷേധ റാലികളും വാഹനവ്യൂഹങ്ങളും റാവൽകോട്ട് നഗരത്തിലേക്ക് കേന്ദ്രീകരിക്കണമെന്ന് കമ്മിറ്റി കോർ മെമ്പർ ഖാജ മെഹ്റാൻ പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടതോടെ മേഖല അത്യന്തം സംഘർഷഭരിതമായി. നിലവിൽ റാവൽകോട്ടയിലെ ഡി ചൌക്കിന്റെ നിയന്ത്രണം പ്രതിഷേധക്കാർ ഏറ്റെടുത്തതായും ഉടൻ തന്നെ കൂടുതൽ ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്നും മെഹ്റാൻ പറഞ്ഞു. അവകാശങ്ങൾ നേടിയെടുക്കാൻ നെഞ്ചുവിരിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും ലക്ഷ്യം നേടിയെടുക്കും വരെ ജനകീയ മുന്നേറ്റത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നും മെഹ്റാൻ ആഹ്വാനം ചെയ്തു. റാവൽകോട്ടിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പാക് സുരക്ഷാ സേനയോട് ഉടൻ നഗരം വിട്ടുപോകാൻ പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു. തങ്ങളുടെ സമരം ഏതെങ്കിലും പ്രത്യേക സ്ഥാപനത്തിനെതിരല്ല എന്നും മറിച്ച് മൗലികാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായുള്ള നിയമാനുസൃതമായ പോരാട്ടമാണെന്നും ഖാജ മെഹ്റാൻ വ്യക്തമാക്കി. നിയമപരമായ മാർഗങ്ങളിലൂടെ അടിസ്ഥാന അവകാശങ്ങൾക്കായി മാത്രമാണ് തങ്ങൾ തെരുവിലിറങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 27 നടന്ന പ്രതിഷേധ മാർച്ചിൽ 5000-ഓളം ആളുകളാണ് റാവൽകോട്ട് നഗരത്തിലേക്ക് നീങ്ങിയത്. പ്രതിഷേധക്കാരെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞ അധികൃതർ അവർക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെപ്പ് നടത്തിയതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിക്കുന്നു. എന്നാൽ നിരോധിക്കപ്പെട്ട ആയുധധാരികളായ സംഘങ്ങൾ സുരക്ഷാ സേനയ്ക്കു നേരെ ആദ്യം വെടിയുതിർത്തുവെന്നും അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വാദം. സംഘർഷങ്ങളിൽ ഇരയായവരിൽ ഭൂരിഭാഗവും 15-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ്. പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ നൽകാൻ പോലും സാധിക്കാത്ത തരത്തിൽ പ്രവിശ്യയിൽ ആരോഗ്യ സംവിധാനങ്ങൾ തകർന്നിരിക്കുകയാണ്. വെടിയേറ്റ് നിരവധി ആളുകളാണ് ചികിത്സ തേടിയെത്തുന്നത്. ഗുരുതര പരുക്കുള്ളവർക്ക് മെച്ചപ്പെട്ട ആശുപത്രി സഹായം ആവശ്യമാണെങ്കിലും അവിടെ എത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയമാണ്. ഈ സാഹചര്യത്തിൽ സൗകര്യങ്ങൾ പരിമിതമായ താൽക്കാലിക ക്ലിനിക്കുകളെ പരിക്കേറ്റവർ ആശ്രയിക്കുന്നത് ജീവനു തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ 12 സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷങ്ങൾ ഇത്രത്തോളം രൂക്ഷമാകാൻ കാരണമായത്. ഈ സീറ്റുകളിൽ കൃത്രിമം കാണിക്കുന്നുവെന്നും തങ്ങൾക്കിഷ്ടപ്പെട്ട പ്രധാനമന്ത്രിയെ വാഴിക്കാനാണ് അധികൃതരുടെ ശ്രമമെന്നും പ്രക്ഷോഭകാരികൾ ആരോപിക്കുന്നു. ജമ്മു കശ്മീരിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള ഈ സീറ്റുകൾ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള മറയാക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആക്ഷേപം.
സുരക്ഷാ കാരണങ്ങളാൽ 3 ഘട്ടങ്ങളായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓഗസ്റ്റ് 10 നിശ്ചയിച്ചിട്ടുള്ള 3ാം ഘട്ട വോട്ടെടുപ്പ് ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ നടക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മേഖലയിലെ 45 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ബാങ്കിംഗ്, ഗതാഗതം, ഇന്റർനെറ്റ് സേവനങ്ങൾ എന്നിവ നിലവിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ പ്രാദേശിക സർക്കാർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ നിരോധിച്ചതോടെയാണ് പ്രതിഷേധം കൂടുതൽ അക്രമാസക്തമായത്. സുരക്ഷാ കാരണങ്ങളാൽ 3 ഘട്ടങ്ങളായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നതിനിടെ മാധ്യമങ്ങൾക്കുമേലും കടുത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പാക് സർക്കാർ. അൽ ജസീറ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വാർത്താ മാധ്യമങ്ങൾക്കാണ് വിലക്കേർപ്പെടുത്തിയത്. പാക് അധിനിവേശ കശ്മീരിലെ പ്രതിഷേധങ്ങളും സുരക്ഷാ സേനയുടെ അടിച്ചമർത്തലുകളും നിരന്തരം പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഡിജിറ്റൽ സെൻസർഷിപ്പ് ശക്തമാക്കാൻ സർക്കാർ മുന്നോട്ടിറങ്ങിയത്. അൽ ജസീറ പക്ഷപാതപരമായ വാർത്തകളാണ് നൽകുന്നതെന്നാണ് പാകിസ്ഥാൻ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ആരോപണം. പാക് സുരക്ഷാ സേനയുടെ ക്രൂരതകൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയാണ്. തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കും റാവൽപിണ്ടിയിലേക്കും പ്രതിഷേധം. പാകിസ്ഥാൻ സൈനിക തലവൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനും ഷെഹ്ബാസ് ഷെരീഫ് സർക്കാരിനും കടുത്ത ആശങ്കയും ഭയവും സൃഷ്ടിച്ചാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും വിഘടനവാദ മുന്നേറ്റങ്ങളും അതിശക്തമാകുന്നത്. പാക് അധിനിവേശ കശ്മീരിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നത് ഇസ്ലാമാബാദിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 11 റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുമെന്ന് ബലൂച്ച് നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ വൻ ഭൗമരാഷ്ട്രീയ ചലനങ്ങളാണ് മേഖലയിൽ ഉണ്ടാകുന്നത്. പാകിസ്ഥാനിലെ പ്രധാനവും വലുതുമായ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ രാജ്യത്തെ വ്യവസായങ്ങൾക്കും മറ്റും ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ പ്രധാന സ്രോതസ് കൂടിയാണ്. ഈ പ്രവിശ്യ വിട്ടുപോയാൽ പാകിസ്ഥാന്റെ നട്ടെല്ലു തന്നെ തകരും. എന്നാൽ പാക് രാജ്യം പിറവിയെടുത്ത കാലം മുതൽ സ്വതന്ത്ര രാഷ്ട്രത്തിനായുള്ള പോരാട്ടം ശക്തമാണ്. പാകിസ്ഥാനിൽ നിന്നും വേർപെട്ട് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ വിമോചന നേതാക്കൾ പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞതേയുള്ളൂ. ഇതിനു പിന്നാലെ ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമായി വിമത നേതാക്കൾ പ്രഖ്യാപിച്ചത് പാക് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ലോകമെമ്പാടും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടത്താനും പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെന്നും പ്രവിശ്യയുടെ 85% നിയന്ത്രണം തങ്ങൾക്കാണെന്നുമാണ് വിമതരുടെ പ്രചാരണം. സ്വതന്ത്രവും പരമാധികാരവുമുള്ള ബലൂചിസ്ഥാനെ അംഗീകരിക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് എക്സിലൂടെ പങ്കുവച്ച പ്രസ്താവനയിൽ ബലൂച്ച് നേതാക്കൾ അഭ്യർത്ഥിച്ചു. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം നേടിയ ചരിത്രപരമായ ദിനത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ തീയതി തിരഞ്ഞെടുത്തതെന്നും ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കി. ബലൂച്ച് ജനതയോട് ദേശീയ ഐക്യത്തോടെ ഈ ദിനം ആചരിക്കാൻ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ ആവശ്യപ്പെട്ടു. നേതാക്കളുടെ ആഹ്വാനം സ്വീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബലൂച്ച് വംശജർ അവകാശങ്ങൾക്കായി രംഗത്തെത്തിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബലൂച്ച് ജനത സ്വതന്ത്ര ബലൂചിസ്ഥാന്റെ ദേശീയ പതാക തങ്ങളുടെ വീടുകൾ, അയൽപ്പക്കങ്ങൾ, കമ്പോളങ്ങൾ, കടകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഉയർത്തണമെന്ന് ലോകമെമ്പാടുമുള്ള ആഘോഷങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ബലൂച്ച് വിമോചന നേതാവ് മിർ യാർ ബലൂച്ച് എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ ചരിത്രദിനത്തിന്റെ പ്രാധാന്യം വരും തലമുറകൾക്ക് കൈമാറാനാണ് ഈ ആചരണം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ വർഷവും ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് തുടരുമെന്നും ബലൂച്ച് നേതാക്കൾ അറിയിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിഭജനം, ഈ മേഖലയിലുടനീളം നീണ്ടുനിന്ന സംഘർഷം, അശാന്തി, ഭീകരവാദം, സാമ്പത്തിക അസ്ഥിരത, രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നിവയ്ക്ക് കാരണമായെന്ന് പ്രസ്താവനയിൽ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ നേതാക്കൾ അവകാശപ്പെടുന്നു. പാകിസ്ഥാന്റെ നയങ്ങൾ ബലൂച്ച് മേഖലയെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു. പാകിസ്ഥാൻ നിലവിലെ രൂപത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ശാശ്വത സമാധാനവും വികസനവും സമൃദ്ധിയും കൈവരിക്കാനാവില്ലെന്ന് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ വിശ്വസിക്കുന്നതായും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനും അതിലെ 6 കോടിയോളം വരുന്ന ബലൂച്ച് ജനതയും തങ്ങളെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി കണക്കാക്കുന്നുവെന്നും അവർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സ്വതന്ത്ര ബലൂചിസ്ഥാൻ വാദങ്ങളോട് പാക് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രഖ്യാപനത്തിന് കൂടുതൽ പ്രചാരണം നൽകുന്നത് ഒഴിവാക്കാനാണ്
ഇസ്ലാമാബാദിന്റെ നിലപാട്. ശക്തമായ പ്രതികരണം ബലൂച്ച് സ്വാതന്ത്ര്യ പ്രചാരണം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുമെന്നും പാക് ഭരണകൂടം ഭയപ്പെടുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭരണ സൈനിക നിയന്ത്രണത്തിലാണ്. പാക് സൈന്യവും വിമതസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇവിടെ ശക്തമായി തുടരുന്നു. UN അടക്കമുള്ള സംഘടനകളോ രാജ്യങ്ങളോ ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര നിയമപ്രകാരം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കപ്പെടുകയുമില്ല. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ള വിമത ഗ്രൂപ്പുകൾ നടത്തുന്ന ആസൂത്രിത ആക്രമണങ്ങളിൽ പാക് സൈന്യത്തിന് വൻ ജീവഹാനിയാണ് സംഭവിക്കുന്നത്. 60-ലധികം സൈനികരാണ് അടുത്തിടെ മാത്രം കൊല്ലപ്പെട്ടത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പാക് സൈന്യം ഓപ്പറേഷൻ ഷബാൻ പോലുള്ള കടുത്ത സൈനിക നടപടികൾ ആരംഭിച്ചെങ്കിലും പ്രക്ഷോഭകരുടെ വീര്യം കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ വിദ്യാർത്ഥികളും യുവാക്കളും ഡിജിറ്റൽ ക്യാമ്പയിനുകളിലൂടെയും തെരുവ് പ്രക്ഷോഭങ്ങളിലൂടെയും പാക് സർക്കാരിന്റെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ രംഗത്തു വന്നത് പാക് സൈനിക പരമോന്നത ജനറൽ അസീം മുനീറിന്റെ സൈനിക ജനറൽമാർക്ക് വലിയ തിരിച്ചടിയായി. അതിനിടെ പാകിസ്ഥാന്റെ മറ്റൊരു പ്രവിശ്യയായ ഖൈബർ പഖ്തൂൺഖ്വയും സംഘർഷഭരിതമാണ്. പ്രവിശ്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഇവിടെയും മുന്നേറ്റം ശക്തമാണ്. പാക് സേനയും വിമതരും തമ്മിലുള്ള ആക്രമണ പരമ്പരയിൽ മേഖല അസ്വസ്ഥമായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രവിശ്യയിലെ സ്വാത് ജില്ലയിൽ സംഘടിപ്പിക്കപ്പെട്ട സമാധാന റാലിക്കിടെയുണ്ടായ സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 18 പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. പോലീസുകാരെ ലക്ഷ്യമിട്ടാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പ്രാദേശിക ഗോത്ര കൗൺസിലായ സ്വാത് അമൻ ജിർഗയാണ് റാലി സംഘടിപ്പിച്ചത്. പ്രദേശത്ത് ക്രമസമാധാന നില വഷളായ സാഹചര്യത്തിലാണ് ജനങ്ങൾ മേഖലയിൽ സമാധാനം ആവശ്യപ്പെട്ട് റാലി നടത്തിയത്. ബലൂചിസ്ഥാനിലെ സായുധ പോരാട്ടവും പാക് അധീന കാശ്മീരിലെ ജനകീയ കലാപവും ഒരുപോലെ പുകയുമ്പോൾ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ കടുത്ത ഭീഷണിയിലായിരിക്കുകയാണ്. നാറ്റോ സൈനിക സഖ്യത്തിന്റെ പാത പിന്തുടർന്ന് മറ്റൊരു പ്രതിരോധ സഖ്യം കൂടി രൂപം കൊണ്ടു. സുന്നി ഇസ്ലാം ഭൂരിപക്ഷ രാജ്യങ്ങളായ സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും വിശുദ്ധ നഗരമായ മക്കയിൽ സുപ്രധാന പ്രതിരോധ കരാർ ഒപ്പിട്ടതോടെയാണ് പുതിയ ശാക്തിക ചേരി രൂപം കൊണ്ടത്. മധ്യപൂർവേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികൾക്കും യുദ്ധസമാനമായ അന്തരീക്ഷത്തിനുമിടയിൽ മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ത്രിരാഷ്ട്ര പ്രതിരോധ കരാർ. സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന തന്ത്രപരമായ പ്രതിരോധ കരാറിനെ ഇസ്ലാമിക നാറ്റോ എന്നും സുന്നി നാറ്റോ എന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെയുള്ള വിദേശ ആക്രമണത്തെ കൂട്ടായി പ്രതിരോധിക്കുമെന്ന് കരാറിലെ പ്രധാന വ്യവസ്ഥ. വ്യത്യസ്ത താൽപ്പര്യങ്ങളുമായി ഒരുമിച്ചുകൂടിയ 3 രാജ്യങ്ങളുടെയും കൂട്ടായ്മയ്ക്ക് എത്രത്തോളം മുന്നോട്ടു പോകാൻ കഴിയും? നാറ്റോയുടെയും അമേരിക്കയുടെയും സൈനിക സഹായങ്ങൾ ഉണ്ടായിരിക്കെ ഇസ്ലാമിക രാജ്യങ്ങൾ പുതിയ സഖ്യത്തിന് ഇറങ്ങിത്തിരിച്ചതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുമായി നല്ല ബന്ധം പിന്തുടരുന്ന സൗദി അറേബ്യ പാകിസ്ഥാന്റെ മോഹങ്ങൾക്ക് വിലങ്ങുതടിയാകുമോ? സുന്നി നാറ്റോയ്ക്കെതിരെ ഇന്ത്യ ഒരുക്കുന്ന ചാണക്യ തന്ത്രങ്ങൾ എന്തെല്ലാമാണ്? അറിയാം അടുത്ത വാർത്തയിലൂടെ. അമേരിക്കയും കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും അംഗങ്ങളായുള്ള ലോകത്തെ ഏറ്റവും വലിയ സൈനിക സഖ്യമാണ് നാറ്റോ എന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഈ സഖ്യത്തെ എല്ലാ തരത്തിലും പകർത്തി മറ്റൊരു സൈനിക സഖ്യം കൂടി രൂപം കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക നാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിരോധ സഖ്യത്തിൽ ഒപ്പിട്ടത് സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനുമാണ്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്ന തന്ത്രപരമായ പ്രതിരോധ കരാറാണ് ഈ സഖ്യത്തിന്റെ അടിത്തറ. സൗദിയിലെ വിശുദ്ധ നഗരമായ മക്കയിൽ നടന്ന ഉച്ചകോടിയിലാണ് മക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെന്റ് നിലവിൽ വന്നത്. 3 രാജ്യങ്ങളും സ്വാധീനമുള്ള സുന്നി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണെന്നതിനാൽ ഈ കൂട്ടായ്മയ്ക്ക് സുന്നി നാറ്റോ എന്ന വിശേഷണവുമുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഗാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരാണ് ഉച്ചകോടിക്ക് നേതൃത്വം നൽകി കരാറിൽ ഒപ്പുവെച്ചത്. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബാഹ്യശക്തികളുടെ ആക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണമായി കണക്കാക്കി സംയുക്തമായി പ്രതിരോധിക്കും.
US ഇറാൻ യുദ്ധവും പേർഷ്യൻ ഉൾക്കടൽ ചെങ്കടൽ മേഖലകളിലെ സംഘർഷങ്ങളും രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് പ്രാദേശിക സുരക്ഷ ശക്തമാക്കാൻ 3 പ്രമുഖ മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ചത്. വർഷങ്ങളായി ചർച്ചയിലായിരുന്ന പ്രതിരോധ സഖ്യം ഈ മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വേഗത്തിൽ യാഥാർത്ഥ്യമായതെന്ന് വിലയിരുത്തുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളെയും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെയും ബാധിച്ച അമേരിക്ക ഇറാൻ സംഘർഷവും സഖ്യത്തിനായുള്ള വേഗം കൂട്ടി. പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറുക, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുക, സംയുക്ത സൈനിക പരിശീലനങ്ങൾ നടത്തുക എന്നിവയും കരാറിന്റെ ഭാഗമാണ്. കരാർ തികച്ചും പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും മറ്റു പ്രാദേശിക രാജ്യങ്ങൾക്കും ഭാവിയിൽ സഖ്യത്തിന്റെ ഭാഗമാകാമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഏഷ്യയിലെയും മധ്യപൂർവേഷ്യയിലെയും നിർണായക സൈനിക സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നതാണ് ഈ സഖ്യം. ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയും പ്രമുഖ ആയുധ ഇറക്കുമതിക്കാരുമായ സൗദി അറേബ്യ, നാറ്റോയിലെ 2ാമത്തെ വലിയ സൈനിക ശക്തിയും അത്യാധുനിക ആയുധ നിർമ്മാണ ശേഷിയുമുള്ള തുർക്കി, ലോകത്തിലെ ഏക ആണവായുധ മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ എന്നിവരുടെ ഒരുമിക്കൽ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും വിലയിരുത്തുന്നു. പശ്ചിമേഷ്യൻ, യൂറേഷ്യൻ, ദക്ഷിണേഷ്യൻ സുരക്ഷാ മേഖലകളിലെ ശാക്തിക സന്തുലനത്തെ പുനർനിർവചിക്കുകയാണ് കരാർ ഒപ്പിട്ടതോടെ സംഭവിച്ചിരിക്കുന്നതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയിൽ നിന്ന് കിട്ടിയിരുന്ന പഴയ സുരക്ഷാ ഉറപ്പിൽ പല ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന വിശ്വാസ്യത കുറഞ്ഞു വരികയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച സംഘർഷത്തിലൂടെ ഉണ്ടായ പ്രാദേശിക അസ്ഥിരതയാണ് സൗദി അറേബ്യയും തുർക്കിയെയും പുതിയ സുരക്ഷാ അച്ചുതണ്ട് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചതെന്നും വിലയിരുത്തുന്നു. സൗദിയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്വന്തം പ്രതിരോധ ശേഷി ഉറപ്പിക്കാൻ സൗദി അറേബ്യ മുന്നിട്ടിറങ്ങിയത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് മാത്രമേ ആണവായുധങ്ങളുള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആണവ ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ അമേരിക്കയിൽ നിന്ന് ആണവ പിന്തുണ കിട്ടില്ലെന്ന് ഗൾഫ് രാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായി ചേർന്ന് ആണവ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് തങ്ങൾക്കുണ്ടെന്ന് ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. UAE പേടിപ്പിക്കാൻ വേണ്ടി സൗദി മുന്നിട്ട് രൂപീകരിച്ച ഇസ്ലാമിക നാറ്റോ ആണ് സൗദിയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഒപ്പുവെച്ചതെന്നും ആരോപണമുണ്ട്. 1 മാസം മുൻപേ നാറ്റോ മാതൃകയിൽ ഒരു ഇസ്ലാമിക നാറ്റോ നിലവിൽ വന്നതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ഇറാൻ സൗദിയെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാനോ തുർക്കിയോ അതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങുന്നുവെന്ന അഭ്യൂഹം പരന്നതോടെയാണ് സൗദിയെ കൂട്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ കരാറിൽ ഒപ്പുവെച്ചതെന്നും പറയുന്നു. 3 രാജ്യങ്ങൾക്കും അവരുടെ വിദേശനയ ലക്ഷ്യങ്ങളിലും ആഭ്യന്തര നയങ്ങളിലും കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് സഖ്യകരാറിൽ ഒപ്പിട്ടത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും കരസേനയ്ക്ക് ആവശ്യമായ ആധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനുമാണ് പാകിസ്ഥാൻ ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. തുർക്കിയാകട്ടെ തങ്ങളുടെ വളർന്നുവരുന്ന പ്രതിരോധ വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് സുസ്ഥിരമായ വിപണി കണ്ടെത്താനും ആഫ്രിക്കയിലും ഏഷ്യയിലും സ്വാധീനം ഉറപ്പിക്കാനുള്ള സാധ്യതയാണ് തേടുന്നത്. സൗദി ആകട്ടെ അവരുടെ സാമ്പത്തിക ശേഷി വിദേശ സൈനിക ശേഷിയുമായി ബന്ധിപ്പിച്ച് പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ മേൽക്കൈ നേടാനും ശ്രമിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഒരേ സമയം ഇറാന്റെയും ഇസ്രായേലിന്റെയും സ്വാധീനം വർദ്ധിക്കുന്നത് തടയുക എന്നത് 3 പേരുടെയും പൊതുവായ ആവശ്യവുമാണ്. അതേസമയം പാകിസ്ഥാനും തുർക്കിയും വിചാരിക്കുന്നത് പോലെ സഖ്യം കൊണ്ട് അവരുടെ താൽപ്പര്യങ്ങൾ നേടിയെടുക്കാമെന്ന മോഹം നടക്കില്ലെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സാമ്പത്തിക ബന്ധം സഖ്യത്തിലെ പരസ്പര സഹകരണത്തിന്റെ ശക്തി കുറയ്ക്കും. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങളിൽ സൗദിക്ക് അകലം പാലിക്കേണ്ടി വരുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാനുമായി സഹകരിക്കുമ്പോഴും ഇന്ത്യയുമായുള്ള വൻകിട സാമ്പത്തിക ഇടപാടുകൾ ഉപേക്ഷിക്കാൻ സൗദി അറേബ്യ തയ്യാറാകില്ല. ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം വീണ്ടും ഏറ്റെടുക്കാനുള്ള തുർക്കിയുടെ മോഹങ്ങളും സഖ്യത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാകും. ഇസ്ലാമിക സഖ്യം മുന്നിൽ കണ്ട് ഇന്ത്യ ചില നയതന്ത്ര നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ ഭൗമരാഷ്ട്രീയ നീക്കം അർമേനിയയുമായുള്ള സൈനിക പങ്കാളിത്തമാണ്. തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് അസർബൈജാനെ സൈനികമായി ശക്തിപ്പെടുത്തുമ്പോൾ ഇന്ത്യ അർമേനിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധദാതാവായി മാറി. ഏഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഈ സഖ്യത്തിന്റെ നീക്കങ്ങൾ കൃത്യമായി വിലയിരുത്തുകയാണ് ഇന്ത്യ. ത്രിരാഷ്ട്ര കൂട്ടായ്മ ഒരു നയതന്ത്ര പരീക്ഷണം എന്നതിലുപരിയായി സുരക്ഷാ വെല്ലുവിളി എന്ന നിലയിൽ ഇന്ത്യ പരിഗണിച്ചേക്കും. ക്യൂബയിൽ ഭരണ അട്ടിമറി ഉടനെ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. അട്ടിമറിക്കുള്ള കരുക്കൾ അമേരിക്ക നീക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ക്യൂബൻ സർക്കാരിനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സമ്മർദ്ദത്തിലാക്കാനും രാജ്യത്ത് ഭരണമാറ്റം ലക്ഷ്യമിട്ട് രഹസ്യാന്വേഷണ ഏജൻസിയായ CIA പ്രത്യേകം ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി റിപ്പോർട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫോഴ്സിന് രൂപം കൊടുത്തതെന്നും റിപ്പോർട്ട്.
അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്ന നേതാക്കളെ അധികാരത്തിലെത്തിക്കാനും ട്രംപിന്റെ നീക്കം. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ക്യൂബയ്ക്ക് ട്രംപിന്റെ തന്ത്രങ്ങളെ അതിജീവിക്കാനാകുമോ? വെനസ്വേലയിൽ കടന്നുകയറി പ്രസിഡന്റായിരുന്ന നിക്കോളസ് മഡുറോയെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് യുഎസിലെ കാരാഗൃഹത്തിൽ അടച്ചതിനു പിന്നാലെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളുടെ അടുത്ത ലക്ഷ്യം ക്യൂബയാണെന്ന്. കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാൻ ക്യൂബൻ ഭരണകൂടത്തിനുള്ളിൽ നിന്ന് തന്നെ ആൾക്കാരെ കണ്ടെത്താൻ യുഎസ് ശ്രമം നടത്തിയിരുന്നുവെന്ന റിപ്പോർട്ടും പിന്നാലെ വന്നു. ക്യൂബയെ ലക്ഷ്യം വെച്ച ട്രംപ് തുടക്കത്തിൽ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവെച്ചു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ എണ്ണ ഇറക്കുമതി നിർത്തലാക്കിയതോടെ ക്യൂബ കൂടുതൽ തളർന്നു. ക്യൂബയ്ക്ക് എണ്ണ നൽകിയാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് മിക്ക രാജ്യങ്ങളും അവരുമായി നയതന്ത്ര ബന്ധം പോലും അവസാനിപ്പിച്ചിരുന്നു. ഏകദേശം 7 നൂറ്റാണ്ടുകൾ കരീബിയൻ ദ്വീപ് ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് യുഎസ് ശക്തമായ പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നാണ് നിരീക്ഷകർ വെളിപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ക്യൂബയെ നിരീക്ഷിക്കാൻ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്യൂബൻ ഭരണകൂടത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സമ്മർദ്ദത്തിലാക്കാനും ഭരണമാറ്റം കൊണ്ടുവരാനുമാണ് ടാസ്ക് ഫോഴ്സിന്റെ ലക്ഷ്യം. ടാസ്ക് ഫോഴ്സ് രൂപീകരണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണെന്നും മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നു. ക്യൂബയാണ് അടുത്ത ലക്ഷ്യമെന്നും അവിടെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും ട്രംപ് പലകുറി ആവർത്തിച്ചിട്ടുള്ളതാണ്. അമേരിക്ക ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക നേതൃമാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഒരു ഏകീകൃത ഇന്റലിജൻസ് രഹസ്യ പ്രചാരണം സംഘടിപ്പിക്കുകയാണ് ടാസ്ക് ഫോഴ്സിന്റെ പ്രധാന ലക്ഷ്യം. ക്യൂബൻ ഭരണകൂടത്തിലെ ഭിന്നതകൾ കണ്ടെത്തി മുതലെടുക്കുക എന്നത് ഈ ടാസ്ക് ഫോഴ്സിന്റെ പ്രധാന തന്ത്രമാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു. US വിരുദ്ധരായ നേതാക്കളെ മാറ്റി പകരം തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരെ ഭരണതലപ്പത്തും മറ്റും കൊണ്ടുവരികയാണ് ലക്ഷ്യം. ചാരന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസർമാർ, ഇന്റലിജൻസ് അനലിസ്റ്റുകൾ, സൈബർ ഓപ്പറേഷൻ വിദഗ്ധർ, രഹസ്യ പ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യമുള്ളവർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്. ചൈന, റഷ്യ, ഇറാൻ എന്നിവയ്ക്കൊപ്പം പ്രയോറിറ്റി 1 ലിസ്റ്റിലാണ് ക്യൂബയെയും അമേരിക്ക ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ഉപഗ്രഹങ്ങൾ വഴിയുള്ള നിരീക്ഷണവും NSA പോലുള്ള ഏജൻസികളുടെ ഇടപെടലുകളും ക്യൂബയിൽ ശക്തമാണ്. ക്യൂബൻ നേതാക്കളുടെ രഹസ്യ പണമിടപാടുകളും ബിസിനസ് രഹസ്യങ്ങളും കണ്ടെത്തി അവ പരസ്യപ്പെടുത്തുന്നത് വഴി ഭരണകൂടത്തിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ CIA പദ്ധതിയിടുന്നു. സൈനിക നടപടികൾക്കുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനായി ക്യൂബയുടെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള വിവരങ്ങളും അമേരിക്ക ശേഖരിക്കുന്നുണ്ട്. ക്യൂബ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് US നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. റഷ്യൻ, ചൈനീസ് ആയുധങ്ങൾ ക്യൂബൻ സർക്കാരിന്റെ കൈവശമുണ്ടെന്നും മേഖലയിലെ ഭീകരവാദത്തിന്റെ മുൻനിര സ്പോൺസർമാരിൽ ഒന്നാണ് ക്യൂബയെന്നും US നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. 1960 രൂപീകരിച്ച സമാനമായ ടാസ്ക് ഫോഴ്സാണ് ബേ ഓഫ് പിഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്കയുടെ ക്യൂബൻ അധിനിവേശത്തിന് നേതൃത്വം നൽകിയത്. എന്നാൽ ആ ദൗത്യം പരാജയത്തിൽ കലാശിച്ചു. അന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ദൗത്യത്തിൽ ക്യൂബൻ പങ്കാളികൾ ആരുമില്ലെന്നും മാരകമായ ആക്രമണങ്ങൾക്ക് ഇതുവരെ അനുമതിയില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം അമേരിക്കയുടെ ക്യൂബൻ ടാസ്ക് ഫോഴ്സ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് ക്യൂബൻ ഉപവിദേശകാര്യമന്ത്രി കാർലോസ് ഫെർണാണ്ടസ് ഡി കോസിയോ പ്രതികരിച്ചു. ചാരവൃത്തിയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയുമാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള ക്യൂബയുടെ അവകാശത്തെ ഭീഷണിയായി ചിത്രീകരിക്കുന്നത് ധിക്കാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് രാജ്യത്ത് സാമൂഹിക സംഘർഷം ഉണ്ടാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡിയാസ് കാനൽ പറഞ്ഞു. അമേരിക്കൻ ഉപരോധം മൂലം വിദ്യാഭ്യാസം, ഗതാഗതം, ആരോഗ്യം തുടങ്ങിയ അവശ്യ സേവനങ്ങളെല്ലാം ക്യൂബയിൽ താറുമാറായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ മണ്ണിൽ നിന്ന് കേവലം 90 മൈൽ മാത്രം അകലെയുള്ള ക്യൂബയെ ചാരപ്രവർത്തനങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കുമുള്ള താവളമാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അനുവദിച്ചിരിക്കുന്നുവെന്നാണ് യുഎസിന്റെ പ്രധാന ആരോപണം. രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയും ചികിത്സാ സൗകര്യങ്ങളുടെ കുറവും വൈദ്യുതി പ്രതിസന്ധിയും നേരിടുമ്പോൾ ഭരണകൂടം നയിക്കുന്നവർ അനധികൃതമായി സമ്പാദിക്കുന്ന കോടിക്കണക്കിന് ഡോളർ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നുവെന്നും ട്രംപ് ഭരണകൂടം ആരോപിക്കുന്നു. ക്യൂബൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും സൈനിക നിയന്ത്രണത്തിലുള്ളതുമായ ഗാസ എന്ന വമ്പൻ കമ്പനി ഉൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് US. ഗാസ പോലുള്ള സ്ഥാപനങ്ങൾ വഴി ഏകദേശം $20 ബില്യൺ അനധികൃത ആസ്തികൾ ഭരണകൂടം നിയന്ത്രിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ജനങ്ങളുടെ ക്ഷേമത്തിന് പകരം അഴിമതിക്കാരായ ഭരണവർഗത്തിന്റെ ലാഭത്തിനു വേണ്ടിയാണ് ഗാസ പോലുള്ള കമ്പനികൾ പ്രവർത്തിക്കുന്നതെന്നാണ് US സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ.
ക്യൂബയിലേക്കുള്ള പ്രധാന എണ്ണ കപ്പലുകൾ അമേരിക്ക തടഞ്ഞതോടെ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാണ്. പൂർണ്ണമായോ ഭാഗികമായോ ഉള്ള വൈദ്യുതി തടസ്സം രാജ്യത്തിപ്പോൾ പതിവാണ്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് അവശ്യ മരുന്നുകളും ഇന്ധനവും വാങ്ങുന്നതിനും മറ്റു രാജ്യങ്ങളുമായുള്ള ബാങ്കിംഗ് ഇടപാടുകളിലും അമേരിക്ക ക്യൂബയ്ക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ക്യൂബയിലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ മാറ്റം വരുത്താനും വിദേശ നിക്ഷേപം അനുവദിക്കാനും വേണ്ടിയാണ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതെന്നാണ് അമേരിക്കയുടെ വാദം. ക്യൂബയിൽ റഷ്യയുടെയും ചൈനയുടെയും ചാരവിനിമയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അമേരിക്ക ആരോപിക്കുന്നു. എന്നാൽ തങ്ങളുടെ ജനങ്ങൾക്കെതിരെ അമേരിക്ക നടത്തുന്നത് കൂട്ടക്കൊലയ്ക്ക് തുല്യമായ ക്രൂരതയാണെന്നാണ് ക്യൂബൻ സർക്കാരിന്റെ പ്രതികരണം. അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം ക്യൂബയ്ക്ക് രാഷ്ട്രീയ സമ്മർദ്ദം മാത്രമല്ല, അതൊരു ജനതയുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിച്ച കനത്ത പ്രഹരമായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ കാലമായി തുടരുന്ന ഈ ഉപരോധം ലോക ചരിത്രത്തിലെ ഏറ്റവും നീണ്ട സാമ്പത്തിക ഉപരോധമായി ഇപ്പോഴും നിലനിൽക്കുന്നു. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.